കൗണ്ടർ അടിക്കാൻ ബിനു അടിമാലിയും ഉല്ലാസ് പന്തളവും ഒക്കെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഒരു നല്ലത് ചെയ്താൽ അത് നല്ലത് എന്ന് പോലും പറയാത്ത ആൾക്കാരാണ് അദ്ദേഹത്തെ വന്നിട്ട് ട്രോളുന്നത്. ഒരു ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന മനുഷ്യനെ എന്റെ കാര്യം മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡിന് ഭക്ഷണം കൊടുത്ത ആളൊന്നും അല്ല ബാല. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിച്ചൊരു മനുഷ്യനാണ് ദിലീപ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, ബാലയെയും ദിലീപിനെയും ഒക്കെ നമ്മൾ അറിയാത്ത ആളുകളാണ്. ചേട്ടാ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അതുല്യ കലാകാരനാണ് ഉല്ലാസ് പന്തളം. അദ്ദേഹത്തിന് സുഖമില്ലാണ്ടായി, സ്ട്രോക്ക് വന്ന് ഇപ്പൊ കിടപ്പിലൊക്കെയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ബാലച്ചേട്ടൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് ചേട്ടൻ ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? അല്ല, നല്ലൊരു വാർത്തയാണ്. കാര്യം ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന കലാകാരൻ ഒരുപാട് ഷോകളിലൂടെ, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലൂടെ ഒക്കെ വന്ന് അതിനുശേഷം ഒരുപാട് കോമഡി ഷോകളിലൂടെ നമ്മളെ ചിരിപ്പിച്ച്, ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു അതുല്യ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കൗണ്ടർ കോമഡി അറ്റാക്ക് എന്നൊക്കെ പറയും, അതായത് കൗണ്ടർ അടിക്കാൻ ബിനു അടിമാലിയും ഉല്ലാസ് പന്തളവും ഒക്കെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. അദ്ദേഹത്തിന് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത്. സ്ട്രോക്ക് സംഭവിച്ചു, കുറച്ച് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അതിനുശേഷം അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വളരെ ബുദ്ധിമുട്ടിലായി. അദ്ദേഹം താമസിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മലയാള സിനിമയിലെ ഈ മിമിക്രി കലാകാരന്മാരുടെ അസോസിയേഷൻ, ദിലീപേട്ടന്റെ ഒക്കെ പിന്തുണയോടുകൂടി, സുരേഷ് ഗോപി, ദിലീപേട്ടൻ അങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെയൊക്കെ SGയുടെ ഒക്കെ പിന്തുണയോടുകൂടി പോകുന്ന ഒരു അസോസിയേഷനാണിത്. അതിന് അവരുടെ കലാകാരന്മാരുടെ കൂട്ടായ്മ അദ്ദേഹത്തിന് കുറെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ വേണ്ടതുണ്ട്. വളരെ നിരാശയോടുകൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ഇപ്പം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഇപ്പോഴാണ് ഞാൻ ആ നല്ല കാലങ്ങളെയൊക്കെ ഓർക്കുന്നത്. എനിക്കിനി തിരിച്ചു വരാൻ കഴിയും, അത്തരത്തിൽ, അതായത് തിരിച്ചു വരാൻ കഴിയുമോ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ സങ്കടപൂർവ്വം സംസാരിക്കുന്ന ഉല്ലാസ് പന്തളത്തെ കണ്ടിട്ട് നമ്മൾക്കൊക്കെ വളരെ സങ്കടം ഉണ്ടായിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഇത്രയും കാലമായിട്ട് മലയാള സിനിമയ്ക്കകത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതിൽ പലരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും അങ്ങനെ പറയണം എന്നൊന്നുമില്ല, സഹായിക്കുന്ന കാര്യങ്ങൾ പറയണം എന്നില്ല. പക്ഷേ ബാല അതിലേക്കോട്ട് അപ്പുറത്തേക്ക്, അദ്ദേഹം ഈ ചെറിയ സഹായമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ പ്രഖ്യാപനമാണ്. അതായത് അദ്ദേഹത്തിന്റെ അസുഖം മാറുന്നത് വരെ എന്ത് കാര്യം വന്നാലും അതിന് ഞാനുണ്ട് കൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വീണ് കിടക്കുന്ന സമയത്ത് നമ്മൾക്കൊരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനാണ് സാധിക്കേണ്ടത്, അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്രയോ അധികം ആളുകൾ ഇപ്പം മലയാള സിനിമയ്ക്കകത്ത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു മോഹൻ എന്ന് പറയുന്ന പഴയകാല ഒരു നടനുണ്ട്, ലാലേട്ടന്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പൊ ആ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ലാലേട്ടന്റെ കൂടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ പോയി കണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നിങ്ങൾ അറിഞ്ഞു വന്നു, ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ അധികം ആളുകൾ മലയാള സിനിമയ്ക്കകത്തും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ വളരെ സാമ്പത്തികമായിട്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ സിനിമാ മേഖല മാത്രമല്ല, പല മേഖലയുണ്ട്. ഇപ്പൊ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രയാസം എന്ന് പറയുന്നത്, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം, അല്ലെ? എന്തെങ്കിലും തൊഴിലെടുത്തിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഹെൽത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ മറ്റൊരാളുടെ സഹായം കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സഹായം കിട്ടാതെ പോകുന്ന എത്രയോ അധികം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെയാണ് ബാലയെ പോലുള്ള ഒരു ആക്ടർ അദ്ദേഹത്തെ എന്തൊക്കെ കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ട്രോളുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം വേണ്ട, അതിന്റെ സത്യാവസ്ഥ അറിയില്ല. ഈ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയാതെ, എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാതെ, ഒരു ഭാഗവും കേൾക്കാതെ അദ്ദേഹത്തെ കുറ്റം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, കമന്റോളികൾ. ഇവന്മാരാരെങ്കിലും എന്തെങ്കിലും ആർക്കും ചെയ്യുന്നുണ്ടോ? അതായത് നിസ്സാരമായ കാര്യമല്ല, ഒരു നല്ലത് ചെയ്താൽ അത് നല്ലത് എന്ന് പോലും പറയാത്ത ആൾക്കാരാണ് അദ്ദേഹത്തെ വന്നിട്ട് ട്രോളുന്നത്. ഞാൻ കണ്ടൊരു ബാലയുണ്ട്, അതായത് കോവിഡ് സമയത്താണെന്ന് തോന്നുന്നു, കൊച്ചിയിലെ മെട്രോയുടെ അടിയിലൊക്കെ ഇരിക്കുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികളും ആരും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ തന്നെ ആ കോവിഡ് സമയത്തും അതിന്റെ മുമ്പൊക്കെ എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുന്ന ഒരു ബാല ഉണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ടല്ല ഫുഡ് കൊടുത്തത്, അദ്ദേഹം അതിന് ആൾക്കാരെ വെച്ചിട്ട് ആ പാലാരിവട്ടം നമ്മുടെ മെട്രോയുടെ അടിയിലൊക്കെയുള്ള ആൾക്കാർക്ക് 2 നേരം ഒക്കെ ഫുഡ് എത്തിച്ചു കൊടുത്തൊരു
ബാലയുണ്ട്. ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് ആളുകൾ, അതായത് എനിക്ക് തോന്നുന്നു ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ, ഇപ്പം നമ്മള് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനൊരു ആവശ്യമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഷൂട്ടിന്റെ കാര്യം ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ ഇങ്ങനെ വലിയ ഒരു ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആവശ്യങ്ങൾ പറയാണ്, ഇപ്പൊ എന്റെ മകളുടെ ഹാർട്ട് സർജറി ഉണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇന്ന് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒടുവില് അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റാത്ത അത്രയും രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ചില ആളുകളൊക്കെ അദ്ദേഹത്തെ വന്ന് നിസ്സാരമായിട്ട് വന്നിട്ട് എനിക്കൊരു വലിയ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാനൊക്കെ ശ്രമിച്ചു. അതായത് അദ്ദേഹം സഹായിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുവോ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ആ രീതി വരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. അവസാനം എനിക്ക് തോന്നുന്നു അദ്ദേഹം വൈക്കത്തെ വീട്ടിലേക്ക് പോയപ്പോ സമയത്ത് അവിടെ എത്രയോ അധികം ആളുകൾ അദ്ദേഹത്തെ സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒരു ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന മനുഷ്യനെ എന്റെ കാര്യം മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡിന് ഭക്ഷണം കൊടുത്ത ആളൊന്നും അല്ല ബാല. ഒരുപാട് മനുഷ്യന്മാരെ സഹായിച്ചിട്ടുള്ള, ഇതൊന്നും എന്താണ് പുറത്തു പറയാത്ത, റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പറയാത്ത ഒരാളാണ്. ഇപ്പൊ ഇത് അദ്ദേഹം എന്തുകൊണ്ട് പുറത്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അത് ഉല്ലാസ് പന്തളവും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആൾക്കാരും എല്ലാം കൂടെ ഫോട്ടോ എടുത്തു ആ കാര്യം പറഞ്ഞു. അത് അവര് തന്നെ എന്താണ് പബ്ലിഷ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കാര്യം പുറത്തറിയുന്നത്. പക്ഷെ ഇതിപ്പോ നമുക്കിത് വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നുന്നത്, നാളെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ ഈ ബാലയെ പോലുള്ള ആൾക്കാർ ചെയ്ത ഈ ഒരു കാര്യം ഒരു എന്താണ് ഇൻസ്പിറേഷൻ ആവുക എങ്കിൽ, അത് ഇൻസ്പിറേഷൻ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യുമെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ. ഇപ്പം ദിലീപിനെ പോലെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിച്ചൊരു മനുഷ്യനാണ് ദിലീപ്. ഒട്ടനവധിയായിട്ടുള്ള ആളുകളെ സഹായിച്ച മനുഷ്യൻ. നമുക്കറിയില്ല, അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിക്കുമ്പോഴും ഞാനൊക്കെ അദ്ദേഹത്തെ ഒരുപാട് പിന്തുണച്ചതിന്റെ പേരുള്ള കാര്യം എന്ന് പറയുന്നത്, കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്ന ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഭാര്യ കൊച്ചിൻ ഹനീഫയുടെ ആ ഒരു ആത്മാഭിമാന ബോധം പണയം വെക്കാതെ ആരിൽ നിന്നും വലിയ അവർക്ക് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും വേണ്ട, ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിലൂടെ കൊച്ചിൻ ഹനീഫന്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ആ പൈസ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുകയായിരുന്നു. അപ്പൊ അതെത്തുന്നത് വരെ അതെത്തിയതിനു ശേഷം ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കുമെന്ന് പറഞ്ഞ് ജീവിച്ച ആളാണ് അവർ. അവിടെയാണ് ദിലീപ് അവരെ സഹായിക്കുകയാണ് എന്ന് അവർക്ക് തോന്നാത്ത വിധത്തിൽ എന്ത് ചെയ്തു, അവരുടെ ഒരു കാറ് നേരെ എടുത്തു, എന്ത് ചെയ്തു, അത് പിന്നെ ദിലീപിന്റെയും മറ്റാൾക്കാരുടെയും ഒക്കെ സിനിമാ ലൊക്കേഷനുകളിൽ വാടകയ്ക്ക് ഓടിയിട്ട് കൃത്യമായിട്ടൊരു തുക എല്ലാ മാസവും ഇവരുടെ വീടുകളിലെത്തി. നോക്കണം, 2 പെൺമക്കളാണ് അവർ. 2 പെൺമക്കൾ പഠിക്കുക എന്ന് പറയുന്ന ആലോചിക്കാമല്ലോ, അത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. അപ്പൊ പക്ഷെ ഒരു വലിയ പൈസ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു വലിയ തുക അവിടെ ദിലീപ് എത്തിച്ചിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. ഇപ്പൊ KPSC ലളിതയുടെ ഒരു വിഷയം അവർ പറഞ്ഞിട്ടുണ്ട്, ശാന്തകുമാരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നടി തുടങ്ങി നമുക്കിപ്പോ ഇങ്ങനെ എടുത്തു പറയാൻ പറയാത്ത ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ ദിലീപ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബാലയെയും ദിലീപിനെയും ഒക്കെ നമ്മൾ അറിയാത്ത ആളുകളാണ്. കാരണം അവര് എന്താണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന, ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കുന്ന, ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇവർ ക്രൂശിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മളൊക്കെ സത്യം പറഞ്ഞ ആളുകൾ 10 പൈസ ഒരാൾക്ക് കൊടുക്കുകയില്ല, എല്ലാവരെയും കുറ്റം പറയാനും നിൽക്കും. ഈ ലോകത്ത് ഞാനാണ് ഏറ്റവും എല്ലാം തികഞ്ഞവനെന്ന ബോധ്യം ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു 10 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ അത് പറ്റാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് വലിയൊരു തുക മറ്റൊരാൾക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന കലാകാരൻ തിരിച്ചു വരട്ടെ. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി ഭയങ്കര വീക്കായിരുന്നു. ഇപ്പൊ അദ്ദേഹം നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ച് വീണ്ടും കോമഡി ഷോയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെന്റുകൾ ലഭ്യമാകേണ്ടതുണ്ട്. നല്ല ഫിസിയോതെറാപ്പി ആവശ്യമുണ്ട്, ചിലപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ വലിയ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല സാമ്പത്തികമുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇനി ആവശ്യമുള്ളത്. സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് അതിന്റെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഒക്കെ വരിക. അപ്പൊ എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ. അദ്ദേഹത്തിനെ സഹായിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും, അപ്പം ബാലയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഇത് ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരെയും സഹായിച്ചു മുന്നോട്ട് പോട്ടെ.